ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4-5 പ്രോജക്റ്റ് കൂടി ഞാൻ എക്സ്ട്രാ പ്രൈസ് അനാലിസിസ് ചെയ്ത് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, 90,000 USD ഈ ഒരു വർഷം ഡിസംബറിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുമോ ഇല്ലയോ. ഓക്കെ, അത് നിങ്ങളുടെ അഭിപ്രായം അവിടെ പോയിട്ട് എസ് ആണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ അഭിപ്രായം രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ASD എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. AscendEX എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ലോങ് ടൈം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടുതൽ നിങ്ങൾ എമൗണ്ട് ഒന്നും ക്യാപിറ്റലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 30 USD അല്ലെങ്കിൽ 40 USDക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 0.037 ആണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക, അല്ലാതെ ബൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ASD ബൈ ചെയ്യേണ്ട പ്രൈസ് റേഞ്ച് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. 0.03 അല്ലെങ്കിൽ 0.025 ഒക്കെ വരികയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ 0.037 ആണ്. താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സെം എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. സെമ്മിനെ കുറിച്ച് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെം എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ലോങ് ടൈമിന് 0.019 ആണ് നിൽക്കുന്നത്. 0.02 നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാതെ ഷോർട്ട് ടൈമിന് വേണ്ടി ഫോക്കസ് ചെയ്യരുത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെം എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ലോങ് ടൈം നിങ്ങൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹൈ ആവാൻ സാധ്യതയുള്ളൊരു പ്രോജക്റ്റാണ്. നല്ല പ്രോജക്റ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ആവറേജ് ബൈ ചെയ്യുന്നതായിരിക്കും സെം കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് പലർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ മാറ്റിക് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നൊരു പ്രോജക്റ്റാണ്. പോളിഗൺ വന്നിട്ട് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.40 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണ് പോളിഗൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും 0.40 എന്നുള്ളത് 0.15 വരെ വേണമെങ്കിൽ 100% താഴെ വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിലും കാൽക്കുലേഷനിലും ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചാണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാവുന്നതാണ്. 10 USD 15 USD വരെ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് സെൽ ടാർഗറ്റാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പോളിഗൺ 0.50 ഒക്കെ വന്ന ടൈം പലരും കേട്ടിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാമോ എന്ന്. ഏകദേശം ആ ഒരു ടൈം വന്ന സമയം വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാം. പക്ഷെ അത് അത്ര ഹൈയിലോട്ട് പോയിട്ടില്ലായിരുന്നു. 1 USD റേഞ്ച്, ഒരു 100-150% വീണ്ടും ഹൈ പോയിട്ട് വീണ്ടും അതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ലോങ് ടൈം ഫോക്കസ് ചെയ്ത് മാത്രം പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ അവരുടെ അണ്ടറിൽ വരുന്ന പ്രോജക്റ്റാണ് ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കുക, TON ആണ്. ഓക്കെ, ഇതേപോലത്തെ പല പ്രോജക്റ്റും ഫേക്ക് ആയിട്ടുള്ളതുണ്ട്, സ്കാം ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് തെറ്റിപ്പോരുത്. TON ആണ് ടോൺ പ്രോജക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 USDയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈമിന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ഏകദേശം ടോൺ പ്രോജക്റ്റ് ഒരു 9 USD പോയിട്ട് വീണ്ടും ഒരു 5 USD 83 സെൻറ്റ് റേഞ്ചാണ് നിൽക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 30 USD ഒക്കെ ഈസി ആയിട്ട് ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ടെലിഗ്രാമിൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ടോൺ പ്രോജക്റ്റ് വേണമെങ്കിൽ ഡൗണിലോട്ട് വരാം. ഇപ്പം ടെലിഗ്രാമിൻ്റെ CEO ഒക്കെ ഈയിടയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയായിരുന്നു. ആ ഒരു ടൈം അത്ര വലിയ രീതിയിൽ ടോൺ പ്രോജക്റ്റിൽ വേരിയേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ വീണ്ടും $5 എന്നുള്ളത് വീണ്ടും 2 USD റേഞ്ചിലോട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 USDക്കൊക്കെ താഴെ 1.5 USD ഒക്കെ ഉണ്ടായിരുന്ന ടൈം ഞാൻ പലതവണ പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഇനി അടുത്ത് നമുക്ക് അല്ലാത്ത മാർക്കറ്റിലോട്ട് പോകാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് അങ്ങനെ ഒരു ഹൈയിലോട്ട് ഏകദേശം ഒരു 65,000-66,000 USD പോയിട്ട് ഡൗൺ എന്ന രീതിയിൽ നിൽക്കുകയാണ്. നിങ്ങളെപ്പോഴും കമ്പയർ ചെയ്യേണ്ട ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഗോൾഡിൻ്റെ പ്രൈസ് അതുപോലെയാണ് ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അത്ര വലിയ ഡൗൺ എന്ന രീതിയിലല്ല, സൈഡ് വേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നിന്ന് പെട്ടെന്നൊരു ക്രാഷിലോട്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പോവുകയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ നമ്മുടെ ബിറ്റ്കോയിനും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പോകുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് ഡൗണിൽ പോകുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങൾക്കൊരു സാഹചര്യം അറിയാം. മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിൻ്റെയൊക്കെ ഒരു ടൈം. ഓക്കെ, അവിടെ ഓയിലിൻ്റെ പ്രൈസ് ഒരു ഫാക്ടർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ പ്രൈസും കണക്റ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 80-90% വരെ വേണമെങ്കിൽ പറയാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമതായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഫാക്ടറാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഗോൾഡിൻ്റെ പ്രൈസ് നമുക്ക് ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ബിറ്റ്കോയിനും അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വീണ്ടും നല്ല രീതിയിൽ ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡേഴ്സിന് നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് ചെയ്യാതെ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ അത് വീണ്ടും പല പ്രോജക്റ്റും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ലോങ് ടൈമിന് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് ഷിബ കഴിഞ്ഞ തവണ ഏകദേശം പമ്പെന്ന രീതി മാർക്കറ്റ് പെട്ടെന്ന് ഹൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ഷിബ വീണ്ടും ഒരു പമ്പിലോട്ട് വേണമെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തെ 4 ഡിജിറ്റ് മാത്രമാണ് പറയുന്ന USDT മാർക്കറ്റിൽ ഷിബ 4500 വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ടിട്ടായിരിക്കും പെട്ടെന്ന് 2 ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ടായിരിക്കും 4500 ബ്രേക്ക് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെല് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സെൽ ഓർഡർ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക. 4000 നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ നിങ്ങൾ ലോങ് ടൈമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക. ലോങ് ടൈം ഫോക്കസ് ചെയ്യുന്നവരടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഷിബ നിങ്ങൾ കുറഞ്ഞത് 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് മുമ്പ് ഞാൻ ഡോഗി ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് 2017 2016 പലതവണ പറഞ്ഞാണ് ഡോഗി എത്ര ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്ത് എത്ര കാലം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോഗിയുടെയൊക്കെ ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക, ഏകദേശം നല്ല രീതിയിൽ ഹൈയിൽ പോയിട്ടുണ്ട്. അതേപോലത്തെ ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഷിബയും അതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ട്രോൺ മുമ്പുള്ള പല വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഹൈ ആണ്. അതുകൊണ്ട് ലോങ് ടൈം എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ നിന്നും നല്ല രീതിയിൽ ഹൈ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ തവണ ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു പ്രോജക്റ്റാണ് ട്രോൺ ഫാമിലി എന്ന് പറയുന്നത്. 0.05 0.06 ആ ഒരു ടൈമൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൈം ട്രോൺ വന്നിട്ട് ബൈ ചെയ്യാം. പക്ഷേ ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 100% മുകളിൽ വരെ പ്രോഫിറ്റ് വന്നു. അത് വളരെ സ്ലോ ആയിട്ടാണ് വന്നത്. എന്നാൽ ഡോഗിയൊക്കെ ആണെങ്കിൽ കുറേ കൂടി പെട്ടെന്ന് പ്രോഫിറ്റിലോട്ട് വന്നു. ഡോഗിയൊക്കെ പലതവണ പറഞ്ഞതാണ്. ഏകദേശം നവംബർ 2022 നിങ്ങളടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് 0.06 വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാം. കണ്ടോ, ഏകദേശം 2024 മാർച്ച് ആയപ്പോഴത്തേക്കും ഡോഗിയുടെ പ്രൈസ് 0.22 പോയിട്ട് ഇപ്പോൾ 0.11 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡോഗിയൊക്കെ ഒരു USD ടച്ച് ആകുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ ഡോഗിയൊക്കെ ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ടീം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു കോയിൻ്റെ അകത്ത് ഇഷ്യൂ വരികയുള്ളൂ. അല്ലാതെ ഡോഗിക്കകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നുമില്ല. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം 0.05 0.6 ഒക്കെയാണ് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിസ്ക് ആണോ ഡോഗി ബൈ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ്. ഇനി അടുത്ത വെർജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0.0042 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. വെർജ് എന്നൊക്കെ പറയുന്നത് വീണ്ടും ഏകദേശം നല്ല രീതിയിൽ ഹൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം വെർജ് പലർക്കും ഏകദേശം 300-400% വരെ പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ് വെർജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ XRP ഉണ്ട്. ഏകദേശം 0.66 വന്നു. 0.40 എത്തിയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. കണ്ടോ, 0.66 എത്തിയിട്ട് ഇപ്പോൾ 0.62 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം ഫോക്കസ് ചെയ്യുക XRP എന്ന് പറയുന്നത്. കാർഡിനെ അങ്ങനെ തന്നെയാണ്. മുമ്പുള്ള വീഡിയോസ് ഞാൻ പലതവണ പറഞ്ഞതാണ്. 0.30 എത്തിയ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ കാർഡിന് വന്നിട്ട് ബൈ ചെയ്യാമെന്ന്. കാർഡിന് ഏകദേശം ₹1.50 ഇന്ത്യൻ രൂപയിൽ ഞാൻ പലതവണ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനുശേഷം കാർഡിനോ എത്ര പ്രൈസ് പോയിട്ടുണ്ടോ നോക്കുക. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നൊരു പ്രോജക്റ്റാണ് കാർഡിനോ ഡോഗി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നല്ല പ്രോജക്റ്റ് മാത്രം നോക്കിയിട്ട് ചെയ്യുക. ഇനി അടുത്ത് CET എന്ന് പറയുന്നത് ഏകദേശം 0.030 2023 ഏപ്രിൽ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള വീഡിയോ കാണുന്നവർക്കറിയാം
ഏകദേശം നമ്മുടെ 2024 സെപ്റ്റംബറിൽ 0.88 ഏകദേശം 0.90 അടുപ്പിച്ച് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് CoinEX എന്ന് പറയുന്നത് $1 ഏകദേശം നമ്മുടെ പകുതി ഡോളർ വരെ വരും. ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 42 രൂപയൊക്കെ നമ്മുടെ CoinEX സൂപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് CETയും ASDയും ഞാൻ എപ്പോഴും പറയുന്നത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ലോങ് ടൈമിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കറക്ഷൻ ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇസ്രയേൽ ഇറാൻ യുദ്ധം അതുണ്ടാകുമോ ഇല്ലയോ അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ് കൂടിയൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. പക്ഷേ എന്തെങ്കിലും മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിയിൽ വേരിയേഷൻ വരും. ഒന്നുകിൽ നല്ല രീതിയിൽ ഹൈയിലോട്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പോകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്രാഷിലോട്ട് വീഴും. ഓക്കെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ലോങ്ങും ഷോർട്ടും ചെയ്യുന്നവർ സൂക്ഷിക്കുക ട്രേഡേഴ്സ്.